ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് ബിരിയാണി കേട്ടോ. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ അധികം പുളിയില്ലാത്ത തൈര്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുക. അതും മിക്സ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞ് ചെറുതായി അരിഞ്ഞത് അതും അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവോള 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഞാൻ അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മൾ കഴുകി അരിയും ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഒരുപാട് നോക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത ആ ബീഫ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു വിസിൽ, നമ്മുടെ അവിടുത്തെ ബീഫിനൊക്കെ എങ്ങനെയാണോ വേവ് അതിനനുസരിച്ച് വിസിലടിച്ചെടുക്കുക. അതിന് ശേഷം ആ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ നെയ്യും കൂടി ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റിയെടുത്ത് നന്നായി ഒന്ന് വീർത്ത് വരും, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്ത് നമുക്കത് കോരി വയ്ക്കാം. അടുത്തത് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോള അതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മളൊരു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്താൽ നമുക്ക് വേഗം വറുത്ത് കിട്ടും. അപ്പോൾ നമ്മളതൊന്ന് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ഏലക്കായ, 7 കരയാമ്പൂ, അതേപോലെ തന്നെ 2 കറുവപ്പട്ടയുടെ തുണ്ടം അതും നന്നായി വഴറ്റിയെടുക്കുക. ആ വഴറ്റിയെടുത്ത് നമ്മൾ എത്ര ഗ്ലാസ് ആണോ അരി എടുത്ത് അതിൻ്റെ ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയുള്ള അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പകുതി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ച സവോള അതിന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അരി അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരി ഒന്നും കൂടിയും തിളച്ച് വരുമ്പോൾ തീ ചെറുതാക്കി വെച്ച് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അരി ഇതാ ഇവിടെ ഒരു 7 മിനിറ്റ് കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ വെള്ളം കൂടുതലാണെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വറുത്തെടുത്ത സവോളയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയും കൂടി ഉള്ളതില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരി സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ലെയറായിട്ട് അരി സെറ്റ് ചെയ്യുക. അതിലേക്ക് മല്ലിയിലയും പുതിനയും സവോള ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ എല്ലാ അരിയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് മുകളിൽ മല്ലിയിലയും സവോള ഇട്ട് അതിൻ്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ നമുക്കതൊന്ന് മൂടി വയ്ക്കാം. വിസലില്ലാണ്ട് വേണം മൂടി വയ്ക്കാം. ഒരു 10-13 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.